ഫലസ്തീനിൽ രക്തസാക്ഷികളായവരുടെ കണക്കെടുത്താൽ ആ രക്തസാക്ഷികളായവരിൽ ഏതാണ്ട് 70% സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് നമ്മൾ വായിച്ചവരും അറിഞ്ഞവരുമാണ്. ഈ സദസ്സിലേക്ക് നോക്കുമ്പോഴും അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സംഗമത്തിലും സമാനമായ സ്വഭാവത്തിൽ വലിയ അളവിൽ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സാന്നിധ്യവും നമുക്ക് കാണാൻ കഴിയും. ഈ ബഹുജന സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളേവരെയും ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത് ലോകത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് പലപ്പോഴും മറച്ചുവെച്ച പലതും ഫലസ്തീനിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ഒരു തന്ത്രമായി അവർ തന്നെ പ്രഖ്യാപിച്ചിരുന്നത് ഓക്യുപ്പേഷൻ വിതൗട്ട് കോൺസിക്വൻസസ്, യാതൊരുവിധ അനന്തരഫലങ്ങളുമില്ലാതെ, പ്രത്യേകിച്ച് ലോകത്ത് യാതൊരു ചലനവും ഉണ്ടാക്കാതെ, ലോകരാഷ്ട്രങ്ങളിലെ മനുഷ്യർ അതിനെതിരെ ശബ്ദിക്കാതെ നിശബ്ദമായി 1, 2, 3, 5 പേരെ പതിയെ പതിയെ കൊന്നു തീർക്കുന്ന, പതിയെ പതിയെ അധിനിവേശം നടത്തുന്ന, യാതൊരു വിധത്തിലുമുള്ള കോൺസിക്വൻസസും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകാത്ത വിധമുള്ള തന്ത്രപൂർണമായ അധിനിവേശം നടന്നുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, അതൊരു വിഷയമല്ല, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം സെക്യൂരിറ്റി ന്യൂയിസൻസ്, ഞങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കേവല ശല്യം അത്രമാത്രമേ ഉള്ളൂ എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഫലസ്തീനിനെ കുറിച്ചും ഗസക്കാരെ കുറിച്ചുമൊക്കെ വളരെ വില കുറച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് 2023 ഒക്ടോബർ 7 ഇസ്രായേൽ സിയോണിസ്റ്റ് ഭീകര രാഷ്ട്രത്തിന്റെ മസ്തകത്തിന് മാരകമായ പ്രഹരം ഹമാസിന്റെ പോരാളികൾ ഏൽപ്പിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒക്യുപ്പേഷനെ മറച്ചു വെച്ചുകൊണ്ട് അനന്തരഫലങ്ങളില്ലാത്ത ഒരു ഒക്യുപ്പേഷനായി ഇത് നടത്താമെന്നുള്ള ഇസ്രായേലിന്റെ തന്ത്രം പൊളിഞ്ഞു വീഴുന്നതാണ്. ലോകം അത് ശ്രദ്ധിക്കാൻ ആരംഭിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങൾ കനക്കുന്നു. ലോകത്തെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഉറക്കെയുള്ള ശബ്ദം ഈ അധിനിവേശത്തിനെതിരെ മുഴങ്ങുന്നു. പിന്നീട് അവർക്ക് പറയേണ്ടി വന്നു, ഞങ്ങൾ ഈ നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഫലസ്തീനുകളിൽ നിന്ന്, ഗസക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്നത് ഞങ്ങളുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കേവല ശല്യമാണ് എന്ന് പറഞ്ഞിടത്ത് നിന്ന് കഴിഞ്ഞ 2 വർഷക്കാലമായി ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നേരിടുന്നത് ഹമാസിന്റെ ഭാഗത്ത് നിന്നുള്ള എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്, ഞങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഭീഷണിയാണ് ഹമാസ് എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ, പത്രപ്രവർത്തകർ ഈ സംഭവഗതികളെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അവർ എഴുതിയത്. ഇന്ത്യയിൽ പോലും, ഇന്ത്യയിലെ ഹിന്ദു പോലെയുള്ള പത്രങ്ങൾ എഴുതി, ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഗസയിൽ സ്ട്രാറ്റജിക് ഫെയിലിയർ, അവർ വളരെ തന്ത്രപ്രധാനമായി അവരുടെ തന്ത്രങ്ങൾ പാളിപ്പോകുന്ന, അവരങ്ങേയറ്റത്തെ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ലോകമാധ്യമങ്ങൾ ഇസ്രായേൽ ഫലസ്തീനിൽ ഗസയിൽ അനുഭവിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ച് എഴുതാൻ തുടങ്ങിയത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന്റെ അകത്ത് നിന്ന് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് IDFന്റെ സ്പോക്ക് പേഴ്സൺ ഹഗാരി, അയാൾ എഴുതുന്നുണ്ട് ഒരു തവണ, ഹമാസിനെ തകർക്കാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹമാസ് ഈസ് ആൻ ഐഡിയ. ഹമാസ് എന്നുള്ളത് ഒരു സംഘമല്ല, അതൊരാശയമാണ്. ഫലസ്തീനികളുടെ ഉള്ളിൽ, ഗസക്കാരുടെ ഉള്ളിൽ വേര് പിടിച്ച ഒരു ആശയമാണ് ഹമാസ് എന്നുള്ളത്. അതുകൊണ്ട് ഹമാസിനെ തകർക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് IDFന്റെ സ്പോക്ക് പേഴ്സണ് പോലും സമ്മതിക്കേണ്ടി വന്ന 2 വർഷങ്ങളാണ് കടന്നുപോയത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ സന്ദർഭത്തിലും, ഈ സമാധാന കരാർ ഒപ്പുവെക്കപ്പെട്ട ഈ സന്ദർഭത്തിലും യഥാർത്ഥത്തിൽ ഈ 2 വർഷക്കാലമായി നടന്നു വന്നിട്ടുള്ള ഭീകരാക്രമണവും നരഹത്യയും വംശീയ ഉന്മൂലനവും താൽക്കാലികമായി നിന്നു എന്നതിനും അപ്പുറം യഥാർത്ഥത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കേണ്ടത് ഫലസ്തീൻ മോചിപ്പിക്കപ്പെടണം, ഫ്രീ ഫലസ്തീൻ എന്നുള്ള
മുദ്രാവാക്യം ഇനിയും ഉറക്കെ ഉറക്കെ ലോകത്ത് മുഴങ്ങിക്കേൾക്കേണ്ട ഒരു സന്ദർഭമാണിത്. ലോകത്ത് ധാരാളമായി ആ മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്ന അതിന്റെ ഒരു കനത്തെ, അതിന്റെ ഒരു വ്യാപ്തി കുറഞ്ഞു പോകാതെ ഇനിയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഫ്രീ ഫലസ്തീന് വേണ്ടിയിട്ടുള്ള ശബ്ദങ്ങൾ പ്രിയമുള്ളവരെ ഉയർന്നു കേൾക്കേണ്ടിയിരിക്കുന്നു. അത് അണഞ്ഞു പോകാതെ, ഫ്രീ ഫലസ്തീന് വേണ്ടിയിട്ടുള്ള, സ്വതന്ത്ര ഫലസ്തീന് വേണ്ടിയിട്ടുള്ള ശബ്ദം അണഞ്ഞു പോകാതെ ആ തിരിയെ ഊതി ഊതി നമ്മുടെ മുമ്പിൽ, നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അണഞ്ഞു പോകാത്തൊരു തിരിയായി ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ശബ്ദം ഇനിയും ധാരാളമായി മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കണം. ലോകത്തെ വിവിധ രാഷ്ട്രങ്ങൾ, ലോകത്തെ മനുഷ്യരുടെ ചിന്താഗതിയിൽ തന്നെ വലിയ മാറ്റമുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയിൽ പഠനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലെ ദ ന്യൂയോർക്ക് ടൈംസും സീന യൂണിവേഴ്സിറ്റിയും കൂടി നടത്തിയ ഒരു പഠനമുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് തൂഫാനുൽ അക്സ സംഭവിപ്പിക്കുന്ന സന്ദർഭത്തിൽ അമേരിക്കയിലെ വലിയൊരു ജനവിഭാഗം, ഏതാണ്ട് 60-70% ആളുകൾ ഹമാസിനെതിരെയും ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിനെതിരെയുമായിരുന്നു എങ്കിൽ ഇപ്പോ കഴിഞ്ഞ മാസം ഇതേ ഏജൻസികൾ നടത്തിയ പഠനം നമ്മളോട് പറയുന്നത് നേരെ തിരിഞ്ഞിരിക്കുന്നു. ആളുകളുടെ അഭിപ്രായങ്ങൾ, ജനമനസ്സ് നേരെ ഉൾട്ടയായി നേരെ മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു എന്നിലെ അംഗങ്ങൾ, ഇങ്ങനെ തുടങ്ങി ലോകത്തിന്റെ മൊത്തത്തിലുള്ള മനോഭാവവും ലോക ജനതയുടെ വളരെ കൃത്യമായിട്ടുള്ള ഫലസ്തീനിൽ സിയോണിസ്റ്റ് ഭീകരരാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യക്കെതിരെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന പ്രതിഷേധങ്ങളും ഐക്യദാർഢ്യങ്ങളും രോഷങ്ങളുമാണ് താൽക്കാലികമായെങ്കിലും ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ഒരു കളമൊരുക്കിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണെങ്കിലും പ്രിയമുള്ളവരെ, നമ്മുടെ ഫ്രീ ഫലസ്തീന് വേണ്ടിയിട്ടുള്ള ശബ്ദം ഇനിയും ഇനിയും മുടങ്ങേണ്ടതുണ്ട്. ഈ സംഭവിച്ചിരിക്കുന്ന വെടിനിർത്തലിൽ ഫലസ്തീനിനെ മറക്കാതെ, ഗസക്കാരെ മറക്കാതെ, ഫലസ്തീനികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഐതിഹാസികമായ ഈ പോരാട്ടത്തിനോടൊപ്പം ഇനിയും നമ്മൾ ഉണ്ടാകും എന്നതാണ് ഈ വെടിനിർത്തൽ സംഭവിച്ച ശേഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഐക്യദാർഢ്യ സംഗമങ്ങൾ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ സ്വതന്ത്ര ഫലസ്തീനു വേണ്ടിയിട്ടുള്ള ശബ്ദങ്ങൾ, മോഹങ്ങൾ, സ്വപ്നങ്ങൾ ഇനിയും തളർന്നു പോകാതെ, അണഞ്ഞു പോകാതെ നമുക്കിനിയും കാത്തു സൂക്ഷിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെ മുഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.